സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മീറ്റർ റൈഡർ എക്സാമുമായി ബന്ധപ്പെട്ടാണ്. മൊഡ്യൂൾ 5ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ലാസ്റ്റ് സെഷനിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൊഡ്യൂളുകളൊക്കെ അല്ലെങ്കിൽ 4 വരെയുള്ള മൊഡ്യൂൾ ഏകദേശം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. സോ ഇന്ന് 5ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നോക്കി 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ്. പ്രധാനമായിട്ടും പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾക്ക് അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. അവിടെ പ്രധാനമായിട്ടും സോയിൽ ഫിറ്റിംഗ്സ്, അതുപോലെ തന്നെ വേസ്റ്റ് ഫിറ്റിംഗ്സ്, ദെൻ ടാപ്സ് ആൻഡ് വാൾവ്സ്, ട്രാപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദെൻ ഫ്ലഷിംഗ് സിസ്റ്റം, ദെൻ അഡ്വാൻസ്ഡ് ആൻഡ് മോഡേൺ എക്യുപ്മെന്റ്സ് ആൻഡ് പ്ലംബിംഗ് സിമ്പിൾ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോയിൽ ഫിറ്റിംഗ്? ഓക്കെ, അപ്പോൾ സോയിൽ ഫിറ്റിംഗും ഉണ്ട്, വേസ്റ്റ് ഫിറ്റിംഗും ഉണ്ട്. അപ്പൊ ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സോയിൽ, ഏതാണ് വേസ്റ്റ്, അല്ലെങ്കിൽ പൊതുവെ അബ്ലൂഷൻ ഫിറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോയിൽ ഫിറ്റിംഗ് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു സോയിൽ ഫിറ്റിംഗ് എന്ന് പറയുന്നത്? യെസ്, അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ ഉണ്ട്, ദെൻ സിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്ടർ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്, ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ. എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി, കുറച്ചധികം പേര് ഓപ്ഷൻ സി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ് തന്നെയാണ് ഒരു സോയിൽ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. സോയിൽ ഫിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന ആദ്യത്തെ ടോപ്പിക് തന്നെ അതാണ് അല്ലെ, സോയിൽ ഫിറ്റിംഗും വേസ്റ്റ് ഫിറ്റിംഗും എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇത്തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് അല്ലെ, ഇത്തരത്തിൽ സാനിറ്ററി ഷോപ്പുകളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. സാനിറ്ററി ഫിറ്റിംഗ്സ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കാണാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. So these are fixtures installed in buildings to collect and discharge waste water. അപ്പൊ ഇത്തരത്തിൽ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്നതിനായിട്ടും, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് ഒഴുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സ്റ്റേഴ്സ് ആണ് ബേസിക്കലി ഇത്തരത്തിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല. അപ്പൊ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഫിറ്റിംഗ്സുകളാണ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉള്ളത്. ഒന്ന് അബ്ലൂഷൻ ഫിറ്റിംഗ്സ് എന്ന് പറയും, അബ്ലൂഷൻ ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ വേസ്റ്റ് ഫിറ്റിംഗ്സ് എന്ന് പറയാം. രണ്ടാമത് സോയിൽ ഫിറ്റിംഗ്സ് എന്ന് പറയും, സോയിൽ ഫിറ്റിംഗ്സ്. അപ്പൊ 2 തരത്തിലാണ്, അബ്ലൂഷൻ ഫിറ്റിംഗ്സും ഉണ്ട്, സോയിൽ ഫിറ്റിംഗ്സും ഉണ്ട്. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ദേ ഹെൽപ് ടു മെയിൻറ്റെയിൻ ഹൈജീൻ ആൻഡ് പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഡിസീസസ് അല്ലെ. ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പകരുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങൾ പകരുന്നത് ഒഴിവാക്കാനും, അല്ല വളരെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് പൊതുവെ ഇത്തരത്തിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സംശയമൊന്നുമില്ല. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. അബ്ലൂഷൻ ഫിറ്റിംഗ്സ് എന്നും അതുപോലെ തന്നെ സോയിൽ ഫിറ്റിംഗ്സ് എന്നും 2ആയിട്ട് അത് തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്താണ് വാഷ് ബേസിന്, സിങ്ക്, ബാത്ത് ടബ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, അബ്ലൂഷൻ ഫിറ്റിംഗ്സ് ആയിരിക്കും അല്ലെ. എന്നാൽ വാട്ടർ ക്ലോസറ്റ്, യൂറിനൽസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, അത് സോയിൽ ഫിറ്റിംഗ്സും ആയിരിക്കും. ഓക്കെ, ഫൈൻ. അതിലേക്ക് നമുക്ക് വരാം. മറ്റു ചോദ്യം, അബ്ലൂഷൻ ഫിറ്റിംഗ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ Ablution fittings are mainly used for human waste disposal, washing and cleaning, gas release, drainage only. Okay. Yes. Ablution fittings are mainly used for. Ablution fittings are mainly used for. Yes. സംശയമൊന്നും വേണ്ട. ഷിജിനെ ശ്രദ്ധിച്ചോളൂ, സംശയമൊന്നും വേണ്ട. വാഷിംഗ് ആൻഡ് ക്ലീനിങ് ആണ് കേട്ടോ. വാഷിംഗ് ആൻഡ് ക്ലീനിങ് എടുത്ത് പറയുന്നുണ്ട്. വാഷിംഗ് ആൻഡ് ക്ലീനിങ്. യെസ്, ശ്രദ്ധിച്ചോളൂ, വാഷിംഗ് ആൻഡ് ക്ലീനിങ്. അപ്പൊ അബ്ലൂഷൻ ഫിറ്റിംഗ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, അതെ, സോയിൽ ഫിറ്റിംഗ് തന്നെയാണ്. ബിഡറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസറ്റിന്റെ മറ്റൊരു ഫോം ആണല്ലോ ബിഡറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, ഓക്കെ, അതെ, സോയിൽ ഫിറ്റിംഗ്സ് അത് വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്ലൂഷൻ ഫിറ്റിംഗ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് അബ്ലൂഷൻ ഫിറ്റിംഗ് ഏതാണ്? വാട്ടർ ക്ലോസറ്റ്, യൂറിനൽസ്, വാഷ് ബേസിൻ, സോയിൽ പൈപ്പ്. സംശയമൊന്നുമില്ല അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇതൊക്കെ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ചൊരു ചോദ്യമാണ്.
അപ്പൊ ഇതിനകത്ത് നിന്നൊരു ചോദ്യം, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം, താഴെ തന്നിരിക്കുന്നത് ഏതാണ് അബ്ലൂഷൻ ഫിറ്റിംഗ്, ഏതാണ് സോയിൽ ഫിറ്റിംഗ്, അല്ലെങ്കിൽ താഴെ തന്ന എക്സാമ്പിൾ ഏതാണ്, ഏതെങ്കിലും ഒന്നിന്റെ എക്സാമ്പിൾ ഏതാണ് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ അബ്ലൂഷൻ ഫിറ്റിംഗിന് ഇവിടെ എന്തായിരിക്കും? സോയിൽ ഫിറ്റിങ്ങുകളാണ്. വാട്ടർ ക്ലോസറ്റ്, യൂറിനല്, സോയിൽ പൈപ്പുകളൊക്കെ സോയിൽ ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ ഓക്കെ, ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ദാറ്റ് ഈസ് വാഷ് ബേസൺ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് അബ്ലൂഷൻ ഫിറ്റിംഗ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ അപ്പോൾ ഇവിടെ നോക്കേ, സോയിൽ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെ? സോയിൽ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അത് യൂസ്ഡ് ഫോർ ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ തന്നെയാണ് അല്ലെ? അപ്പൊ അതുപോലെ കണക്റ്റഡ് ഡയറക്ട്ലി ടു സോയിൽ പൈപ്പായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാകുന്ന ഒരു ഫിറ്റിംഗ്സ് ആയിരിക്കും ഇത്തരത്തിൽ സോയിൽ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ വാട്ടർ ക്ലോസറ്റ്, യൂറിനൽസ്. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയുന്നത്. ബിഡറ്റ് സാധാരണഗതിയിൽ നമ്മൾ അത് ഇത്തരത്തിൽ എന്താണ് ടോയ്ലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിഡറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം, അത് ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ ഞാനത് ക്ലിയർ ചെയ്യാം. ബിഡറ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നത് സോയിലാണോ അല്ലെങ്കിൽ അബ്ലൂഷൻ ഫിറ്റിംഗ് ആണോ, കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഫൈനൽ കീ ഒന്ന് നോക്കിയിട്ട് പറയാം. യെസ്, അപ്പൊ ഇവിടെ ക്യാരിഡ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ടു സീവർ സിസ്റ്റം. ഇത്തരത്തിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് സീവർ സിസ്റ്റത്തിലേക്ക് ക്യാരി ചെയ്യുന്ന ഇത്തരത്തിൽ സോയിൽ പൈപ്പുകൾ. അപ്പം സോയിൽ പൈപ്പ് എന്ത് തന്നെയാണ് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സോയിൽ പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അബ്ലൂഷൻ ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട് നോക്കി. അബ്ലൂഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ വാഷിംഗ് ആൻഡ് ക്ലീനിങ് പർപ്പസ്. എടുത്ത് പറയുന്നുണ്ട് വാഷിംഗ് ആൻഡ് ക്ലീനിങ് പർപ്പസ്. സോ കളക്ട് വേസ്റ്റ് വാട്ടർ ഒള്ളി അല്ലെ? വേസ്റ്റ് വാട്ടർ ഒള്ളി, നോ സോളിഡ് വേസ്റ്റ് അല്ലെ? പ്രത്യേകിച്ച് സോളിഡ് വേസ്റ്റുകൾ ഒന്നും തന്നെ അബ്ലൂഷൻ ഫിറ്റിംഗ്സിലൂടെ കടന്നു പോകുന്നില്ല അല്ലെ? വേസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ് ബേസൺ, ദെൻ സിങ്ക്, അതുപോലെ തന്നെ ബാത്ത് ടബ്, അതുപോലെ തന്നെ ഫ്ലഷിംഗ് സിസ്റ്റം അല്ലെ? ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. മെയിൻലി യൂസ് ഇൻ ബാത്റൂംസ് ആൻഡ് കിച്ചൺസ്. ഇത്തരത്തിൽ ബാത്റൂംസിലും കിച്ചണിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഫിറ്റിംഗ്സ് പൊതുവെ നമ്മൾ കാണാറ്. ഓക്കെ, ഫൈൻ. വാഷ് ബേസിന്, സിങ്ക്, ബാത്ത് ടബ്, ഫ്ലഷിംഗ് സിസ്റ്റം ഒക്കെ എടുത്തു പറയുന്ന ഫിറ്റിങ്ങുകളാണ്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കാം. ബിഡറ്റിന്റെ കാര്യം നമ്മൾ അത് നോക്കിയിട്ട് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ അവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരത്തേക്കാണെന്നുള്ളത് ഓർത്തിരിക്കാൻ. ബേസിക് ആയിട്ടുള്ള ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വരാം. ദാറ്റ് ഈസ് ട്രേഡ്സ്മാൻ പ്ലംബറിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഡാഷ് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ദ പാസേജ് ഓഫ് ഫൗൾ ഗ്യാസസ്. വളരെ സിമ്പിൾ ചോദ്യം അല്ലെ? വളരെ സിമ്പിൾ ചോദ്യം. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ നിന്നും. സോ ഡാഷ് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ദ പാസേജ് ഓഫ് ഫൗൾ ഗ്യാസസ്. ഓപ്ഷൻ എ യൂണിയൻ, ഓപ്ഷൻ ബി സ്ക്രാപ്പർ, ഓപ്ഷൻ സി ട്രാപ്പ്, ഓപ്ഷൻ ഡി ടി. യെസ്, ഇവിടെ ഉത്തരം എന്താ വരിക? സംശയമൊന്നുമില്ല അല്ലെ? എല്ലാവർക്കും അറിയാമല്ലോ, ട്രാപ്പാണ്. ട്രാപ്പ്. ഓക്കെ, ട്രാപ്പാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാപ്പ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫൗൾ ഗ്യാസസ് തിരിച്ച് അല്ലെ? ഇത്തരത്തിൽ തിരിച്ച് നമ്മളുടെ എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ലിവിങ് എൻവയോൺമെന്റിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിവെന്റ് ദ പാസേജ് ഓഫ് ഫൗൾ ഗ്യാസസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യത്തേക്ക് വരാം. Sullage received trap is known as. Sullage received trap. Sullage എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് കിച്ചണിൽ നിന്ന് വരുന്നതും അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ലിക്വിഡ് ആണ്. ബേസിക്കലി നമ്മുടെ ആ ഒരു വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സള്ളേജ് എന്ന് വിളിക്കുക അല്ലെ? സള്ളേജ് എന്ന് പറഞ്ഞ സള്ളേജ് റിസീവ്ഡ് ട്രാപ്പ്. സള്ളേജ് റിസീവ് ചെയ്യുന്ന ട്രാപ്പിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? യെസ്, അപ്പൊ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വാട്ടർ ക്ലോസറ്റ് ട്രാപ്പ്, യൂറോപ്യൻ ട്രാപ്പ്, റണ്ണിങ് ട്രാപ്പ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലോ ട്രാപ്പ് അല്ലെ? യെസ്, സംശയം വേണ്ട, ഫ്ലോ ട്രാപ്പ് തന്നെയാണ് നമ്മൾ സള്ളേജ് റിസീവിംഗ് ട്രാപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. യെസ്, ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത്തരത്തിൽ ഫ്ലോ ട്രാപ്പ് തന്നെയാണ് നമ്മുടെ ഉത്തരം. ഫ്ലോർ ട്രാപ്പ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പൊ സള്ളേജ് റിസീവിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഫ്ലോ ട്രാപ്പ് എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യം. ഡാഷ് RCC റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ലെ? ബെഡ് ക്രിയേറ്റ്
റിക്വയർഡ് ഫോർ എംബഡിങ് ദ ട്രാപ്പ്. ട്രാപ്പ് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺക്രീറ്റ് അല്ലെ, സോ RCC ആ ഒരു റേഷ്യോ ഉണ്ട് അല്ലെ, ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ്? ഓപ്ഷൻ എ 1:3:6, ഓപ്ഷൻ ബി 2:2:3, ഓപ്ഷൻ സി 1:2:3, ഓപ്ഷൻ ഡി ആസ് റിക്വയർഡ് നമുക്ക് തോന്നില്ല. യെസ്, അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 1:3:6. പറഞ്ഞാണ് 1:3:6. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ട്രാപ്പ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എവിടെയാണ് ഏത് കോൺക്രീറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് മിക്സ് ഏതാണ്? സോ 1:3:6 എന്ന് പറയുന്ന മിക്സിലാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ട്രാപ്പുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം നോക്കേ. ചെക്ക് വാൽവ് ആർ ഓൾസോ കോൾഡ് ഡാഷ് വാൽവ്. ചെക്ക് വാൽവ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ് വാൽവ്. ചെക്ക് വാൽവ് നമുക്കറിയാം, ചെക്ക് വാൽവിന്റെ പ്രത്യേകത അത് ഒരു സൈഡിലേക്ക് മാത്രമേ അല്ലെ, ഒരു വൺ വേ വാൽവ് ആണ് ബേസിക്കലി ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്ലോ അനുവദിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പമ്പിലൊക്കെ കണ്ടിരുന്നു അല്ലെ, ഫുട്ട് വാൽവ് ഒരു നോൺ റിട്ടേൺ വാൽവ്. അപ്പം നോൺ റിട്ടേൺ വാൽവ് തന്നെയാണ് ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഫ്ലെക്സ് വാൽവ്. രണ്ടും കറക്റ്റ് ആണ്. അപ്പോ ചെക്ക് വാൽവ് എന്ന് പറയുന്നത് തന്നെയാണ് റിഫ്ലെക്സ് വാൽവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ വൺ വേ വാൽവ്, ചെക്ക് വാൽവ്, റിഫ്ലെക്സ് വാൽവ്. അതൊക്കെ എന്ത് തന്നെയാണ്? എ കൈൻഡ് ഓഫ് നോൺ റിട്ടേൺ വാൽവ് തന്നെയാണ്. ഫൂട്ട് വാൽവ് എ കൈൻഡ് ഓഫ് നോൺ റിട്ടേൺ വാൽവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താ വെക്കുക? ഓപ്ഷൻ എ ആൻഡ് സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോ ചെക്ക് വാൽവ് എന്ന് പറയുന്ന ഒരു വാൽവ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രത്യേകത ഒരു സൈഡിലേക്ക് മാത്രമേ ആ ഫ്ലോ അനുവദിക്കുകയുള്ളൂ, തിരിച്ച് ആ ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ആ ഒരു ഫ്ലോ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചെക്ക് വാൽവിനെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകളാണ് റിഫ്ലെക്സ് വാൽവ്. വിട്ടുപോകരുത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതിന് മുന്നേയും ചോദിച്ചിട്ടുള്ളതാണ്. റിഫ്ലെക്സ് വാൽവ് എന്നറിയപ്പെടുന്നത് ചെക്ക് വാൽവ്. അതോടൊപ്പം തന്നെ നോൺ റിട്ടേൺ വാൽവ്, സംശയമൊന്നുമില്ല, നോൺ റിട്ടേൺ വാൽവും ചെക്ക് വാൽവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉത്തരം നമുക്ക് എ ആൻഡ് സി, ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അത് ആ ഒരു പേര് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടു പ്രിവെന്റ് അണ്ടർ വേസ്റ്റേജ് ഓഫ് വാട്ടർ അല്ലെ, ഇത്തരത്തിൽ വേസ്റ്റേജ് ഓഫ് വാട്ടർ ഡാഷ് ടാപ്പ് ഈസ് യൂസ്ഡ്. സോ പ്രിവെന്റ് അണ്ടർ വേസ്റ്റേജ് ഓഫ് വാട്ടർ ഡാഷ് ടാപ്പ് ഈസ് യൂസ്. ഏത് തരത്തിലുള്ള ടാപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അറിയാം നമുക്ക്, സാധാരണഗതിയിൽ സെൽഫ് ക്ലോസിംഗ് ടാപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിൽ വേസ്റ്റേജ് ഓഫ് വാട്ടർ തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്, സെൽഫ് ക്ലോസിംഗ്. തന്നെ ക്ലോസ് ആവുന്ന തരത്തിലുള്ള ടാപ്പുകളൊക്കെ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ടാപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, അത് താഴേക്ക് വന്ന് ക്ലോസ് ആവുന്നുണ്ടാവും അല്ലെ? യെസ്, സെൽഫ് ക്ലോസിംഗ് ആയിട്ടുള്ള ടാപ്പാണ് നമുക്ക് വേസ്റ്റേജ് ഓഫ് വാട്ടർ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലെ? യെസ്, ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് സിമ്പിൾ ഈസ് ഇൻഡിക്കേറ്റ് WC മീൻസ് വാട്ടർ ക്ലോസറ്റ്. താഴെ തന്നിരിക്കുന്ന സിമ്പിൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വാട്ടർ ക്ലോസറ്റിന്റെ സിമ്പിൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് വാട്ടർ ക്ലോസറ്റിന്റെ സിമ്പിൾ ഏതാണ്? ഇപ്പോ നമ്മളുടെ സിമ്പിൾസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ താഴെ തന്നിരിക്കുന്ന സിമ്പിൾ നോക്കുക, അതിനകത്ത് വാട്ടർ ക്ലോസറ്റിന്റെ സിമ്പിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ കുറെ അധികം സിമ്പിളുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ എനിക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല, എങ്കിൽ തന്നെയും അത് നിങ്ങൾ നോക്കാൻ വിട്ടുപോകരുത്. സോ വാട്ടർ ക്ലോസറ്റ് നമ്മളുടെ ഇത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഷവർ ഹെഡ്, ഷവർ സ്റ്റോള്, അങ്ങനെ നിരവധി ഈ പറയുന്ന ഡ്രിങ്കിങ് ഫൗണ്ടെയിൻ ഉണ്ട്, മറ്റു വാൽവുകൾ ഉണ്ട്. അതിന്റെ ഒക്കെ തന്നെ എന്തുണ്ട്, ചിത്രങ്ങൾ അല്ലെ, സിമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വിട്ടുപോകരുത്. അപ്പോ സിമ്പിൾസുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ തന്നിട്ട് അത് ഏതാണെന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മളൊന്ന് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക.
ഇതൊക്കെയാണ് റെസ്പോണ്ടിങ് ഓരോന്നിന്റെയും സിമ്പിൾസ് എങ്ങനെയാണ് കൊടുക്കാറ്. ഓക്കെ, ആ ചിത്രം എന്താണെന്നുള്ള ഐഡിയ നമുക്ക് വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിമ്പിൾസുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ തന്നിരിക്കുന്ന ഒരു ചോദ്യം വാട്ടർ ക്ലോസറ്റ് ആണ്. സോ അത് ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ച ചോദ്യമാണ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ട്രാപ്പ് will depend upon dash size, water level, depth of water seal, option D material. ഏതായിരിക്കും ഇത്തരത്തിൽ ഒരു ട്രാപ്പിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത് ഉത്തരം? ഓപ്ഷൻ സി അല്ലെ, ഡെപ്ത് ഓഫ് വാട്ടർ സീൽ. വാട്ടർ സീലിന്റെ ഡെപ്തിനനുസരിച്ചാണ്. അപ്പൊ ഈ വാട്ടർ സീൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ട്രാപ്പിനും ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂസേജ് അത് അതിന്റെ വലിപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ വാട്ടർ സീലിന് വ്യത്യാസം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ വാട്ടർ സീലിന്റെ ഡെപ്ത് എത്രത്തോളമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കറസ്പോണ്ടിങ് ട്രാപ്പിന്റെ എഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അത് ശരിക്കും വാട്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടറിന്റെ ഒരു ലെവലാണ്. സോ അത് വാട്ടർ ലെവൽ എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. കാര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓഫ് വാട്ടർ സീൽ എന്നാണ് അതിന് പറയുക. ഓക്കെ, ആ ടെക്നിക്കൽ ടേബിൾ തന്നെ ഓർത്തിരിക്കാം, ഡെപ്ത് ഓഫ് വാട്ടർ സീൽ. യെസ്. മറ്റു ചോദ്യം നോക്കിയാൽ ആ ഒരു വാട്ടർ സീലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഗള്ളി ട്രാപ്പിന്റെ മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ സീൽ എത്രയാണെന്നുള്ളത് ചോദ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗള്ളി ട്രാപ്പിന്റെ മിനിമം ഡെപ്ത് ഓഫ് സീൽ ഷുഡ് എത്രയാണ്? യെസ്, ഓപ്ഷൻ എ 25 mm, ഓപ്ഷൻ ബി 30 mm, ഓപ്ഷൻ സി 50 mm, യെസ് ഓപ്ഷൻ ഡി 75 mm. അപ്പൊ ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് വരുന്നത്. സംശയം ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന് ചോദിച്ച ചോദ്യമാണ്. ദാറ്റ് ഈസ് മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ സീൽ ഓഫ് ഗള്ളി ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ സീൽ ഓഫ് ഗള്ളി ട്രാപ്പ് ദാറ്റ് ഈസ് 50 mm. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓപ്ഷൻ സി 50 mm. ഓപ്ഷൻ സി 50 mm. മറ്റൊരു ചോദ്യം ട്രാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ക്ലിയർ അല്ലേ? 50 mm. ഓപ്ഷൻ സി 50 mm ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡഡ് അറ്റ്. എവിടെയാണ് നമ്മൾ ഈ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോർണർ ഓഫ് ഡ്രെയിൻ, ഓപ്ഷൻ ബി എവരി 30 meters സ്ട്രൈറ്റ്, ഓപ്ഷൻ സി നിയർ ഗള്ളി ട്രാപ്പ്, ഓപ്ഷൻ ഡി ജംഗ്ഷൻ ഓഫ് ഹൗസ് ഡ്രെയിൻ ആൻഡ് സീവർ. എവിടെയാണ് നമ്മൾ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? എവിടെയാണ്? യെസ്, ഓപ്ഷൻ എന്നാ ഉത്തരം വരാം? യെസ്, ഓപ്ഷൻ ഡി ജംഗ്ഷൻ ഓഫ് ഹൗസ് ഡ്രെയിൻ ആൻഡ് സീവർ. ഇത്തരത്തിൽ ഹൗസ് ഡ്രെയിനിന്റെയും സീവറിന്റെയും, ഇപ്പം വീട്ടിൽ നിന്നും നമ്മൾ ഡ്രെയിൻ കൊടുക്കുന്നുണ്ടാവും പുറത്തേക്ക്, അപ്പൊ മെയിൻ സീവർ ലൈൻ ഉണ്ടാവും. അപ്പൊ അവിടെ ജംഗ്ഷൻ ഓഫ് ഹൗസ് ഡ്രെയിൻ ആൻഡ് സീവർ ആണ് നമ്മൾ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. എസ് എൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. എസ് എൽ മീൻസ് ഇൻ സാനിറ്ററി പ്ലംബിങ്ങില് എസ് എൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് പറയുക? സീവർ ലൈൻ, സാനിറ്ററി ലിങ്ക്, സ്ട്രീറ്റ് ലൈൻ, നൺ ഓഫ് ദീസ്. യെസ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. കാണാത്തവരാരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പോവുക. ദാറ്റ് ഈസ് സീവർ ലൈൻ ആണ് എസ് എൽ എന്നുണ്ടാവുക. എസ് എൽ എന്നുണ്ടാവുന്നതാണ് സീവർ ലൈൻ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എസ് എൽ. മറ്റു ചോദ്യം, വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ അഡ്മിറ്റിംഗ് എയർ ടു ദ ഡ്രെയിൻ. അല്ലെ, ഇത്തരത്തിൽ ആ ഒരു ഡ്രെയിനിനുള്ളിലേക്ക് എയറിനെ എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബാലൻസ് ദ പ്രഷർ ആൻഡ് പ്രിവെന്റ് സൈഫണേജ് ഓഫ് വാട്ടർ. സൈഫോണിക് അല്ലെങ്കിൽ ആന്റി സൈഫോണിക്
ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളെ സഹായിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. അത് ഏത് വാൽവ് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോളൂ. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ അഡ്മിറ്റിംഗ് എയർ ടു ദ ഡ്രെയിൻ. ഡ്രെയിനിനുള്ളിലേക്ക്, ഡ്രെയിനേജിനുള്ളിലേക്ക് നമ്മളുടെ എയറിനെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിനായി എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബാലൻസിങ് പ്രഷർ ആൻഡ് പ്രിവെന്റ് സൈഫോണേജ് ഓഫ് വാട്ടർ, അല്ലെ? പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാൽവ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പ്രഷർ റിലീഫ് വാൽവ്, ഓപ്ഷൻ ബി ലംബ് ഹോൾ, ഓപ്ഷൻ സി എയർ അഡ്മിറ്റൻസ് വാൽവ്, ഓപ്ഷൻ ഡി ഗളി ട്രാപ്പ്. യെസ്, അതാണ് നമ്മളുടെ എയർ അഡ്മിറ്റൻസ് വാൽവ്. എയർ അഡ്മിറ്റൻസ് വാൽവ്. ഓക്കെ, എയർ അഡ്മിറ്റൻസ് വാൽവ്. അപ്പൊ എയർ അഡ്മിറ്റൻസ് വാൽവിന്റെ പ്രത്യേകതയാണ് ഇത്തരത്തിൽ ഡ്രെയിനേജിലേക്ക് എയറിനെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് MSP. MSP, അപ്പൊ ഈ അബ്രിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇത്തരത്തിൽ എന്താണ് MSP എന്താണ്, SL എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ MSP മീൻസ് എന്താണ്? MSP എന്ന് പറയുന്നത് എന്താണ്? മെയിൻ സ്റ്റാക്ക് പൈപ്പ്, ഓപ്ഷൻ ബി മെയിൻ സീവേജ് പൈപ്പ്, ഓപ്ഷൻ സി മെയിൻ ഷാഫ്റ്റ് പൈപ്പ്, ഓപ്ഷൻ ഡി മെയിൻ സോയിൽ പൈപ്പ്. ഏതായിരിക്കും ഉത്തരം? യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മെയിൻ സോയിൽ പൈപ്പ് അല്ലെ? ഓപ്ഷൻ ഡി മെയിൻ സോയിൽ പൈപ്പ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മെയിൻ സോയിൽ പൈപ്പ് MSP. യെസ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വാൽവ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ ഡെഡ് എൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ വാഷിംഗ് ഔട്ട്? Which valve is fixed in the dead end of distribution system for washing out? നമുക്കറിയാം നമ്മളുടെ ഓവർഹെഡ് ടാങ്ക് അല്ലെ? ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. ടാങ്കിന് മുകളിൽ വെള്ളം നമ്മൾ നിറച്ചുകൊണ്ട് ഗ്രാവിറ്റി, ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഉയർന്ന പ്രദേശത്തേക്ക് അല്ലെ, ടാങ്ക് ലെവലിന് താഴെയുള്ള ഉയർന്ന പ്രദേശത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക ചെയ്യാം. ഓക്കെ, ആ സമയങ്ങളിൽ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു? കുറെ നാളുകൾ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു എന്താണ് ഈ പറയുന്ന ഓര് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ് വന്ന് അടിഞ്ഞുകൂടുന്നുണ്ടാവും. അടിഞ്ഞുകൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളുടെ ഈ പറയുന്ന ലൈനൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഉള്ള പൈപ്പിനകത്ത് അല്ലെങ്കിൽ പൈപ്പ് ലൈനിലുള്ള ഈ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടികൾ അല്ലെങ്കിൽ കല്ല്, മണ്ണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് അവിടെ നിന്നും കളയുന്നതിന് വേണ്ടി അല്ലെ, അവിടെ നിന്നും ആ പൈപ്പ് ലൈനിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും താഴ്ന്ന പ്രദേശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു വാൽവ് ഘടിപ്പിക്കുന്നുണ്ടാവും. ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് ഒരു വാൽവ് ഘടിപ്പിക്കുന്നുണ്ടാവും. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് സ്കവർ വാൽവ്. എന്ത് വിളിക്കുക? സ്കവർ വാൽവ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മളിപ്പോ ഈ ടാങ്ക് കഴുകുന്നു, ടാങ്ക് വാഷ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മെയിൻ്റനൻസ് വന്നിരിക്കട്ടെ, ഇവിടെ ഒരു മെയിൻ്റനൻസ് വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ലൈനിൽ നിന്ന് വെള്ളം കളയണം, നമുക്ക് ആ ഒരു പോർഷനിലെ വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ സ്കവർ തുറന്നിട്ട് ആ ഒരു ലൈനിലെ വെള്ളം നമ്മൾ പുറത്തേക്ക് കളയും. എന്നിട്ട് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നു, പിന്നെ സ്കവർ പൂട്ടുന്നു, പിന്നെ അഗെയിൻ ലോഡ് ചെയ്ത് വെള്ളം കൊടുക്കുന്നു. സോ ഇതൊരു കോൺസെപ്റ്റ് ആണ്, ഇതാണ് അതിന്റെ അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഈ സ്കവർ വാൽവ് അല്ലെ, അപ്പൊ അങ്ങനെ ബ്ലോ ഓഫ് വാൽവ്, ഡ്രെയിൻ വാൽവ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് കോമൺ ആയിട്ട്. അപ്പോ ഇത്തരത്തിൽ സ്കവർ വാൽവുകളാണ് ഫിക്സ്ഡ് ഇൻ ദ എൻഡ്, ഡെഡ് എൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ വാഷിംഗ് ഔട്ട്. അത് ഡെഡ് എൻഡ് ആവാം. സാധാരണഗതിയിൽ ഡെഡ് എൻഡുകൾ മുകളിലൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഇത്തരത്തിൽ കണ്ടീഷൻ അനുസരിച്ച് വെക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഡെഡ് എൻഡിൽ വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും അവസാനം എവിടെയാണോ അവിടെ നമുക്ക് സ്കവർ എൻഡ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശം, താഴ്ന്ന പ്രദേശം ഒക്കെ പോകുന്ന സമയത്ത് പൊതുവെ എവിടെയായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? അത് താഴ്ന്ന പ്രദേശത്തായിരിക്കും ഈ പറയുന്ന സ്കവർ വെക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിന്റെ പോയിന്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു ഡെഫിനിഷനിലേക്ക് വരാം. That is, the valve is fixed in the dead end of distribution system for washing out. അല്ലെ, ഇത്തരത്തിൽ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാൽവ് ഏതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? യെസ്, സ്കവർ വാൽവ് എന്നുള്ള ഉത്തരം ഓർത്തിരിക്കാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. സ്കവർ വാൽവ് കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം, വാൽവുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് വിച്ച് വാൽവ് യൂസ്ഡ് ടു ഒബ്ടൈൻ ഫൈൻ ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ ദ ഫ്ലോ ഇൻ എ പൈപ്പ് ലൈൻ? വളരെ ഫൈൻ, വളരെ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൺട്രോൾ നമുക്ക് ആ ഒരു പൈപ്പ് ലൈനിൽ വേണമെന്നിരിക്കട്ടെ.
So which valve is used to obtain fine degree of control over the flow in a pipeline? So option A needle valve, option B drain valve, option C globe valve, option D all of the above. സംശയമൊന്നും വേണ്ട, ദാറ്റ് ഈസ് നീഡിൽ വാൽവ്. നീഡിൽ വാൽവ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. നീഡിൽ വാൽവ് അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. നീഡിൽ വാൽവ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ നീഡിൽ വാൽവ് എന്ന് പറയുന്നത്. വളരെ ഫൈൻ ആയിട്ടുള്ള കൺട്രോൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക, നീഡിൽ വാൽവിന്റെ പ്രത്യേകത. സോ അതിന്റെ സിമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, നീഡിൽ വാൽവ്. യെസ്, ഓക്കെ. അപ്പൊ നീഡിൽ വാൽവിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഓർത്തിരിക്കാം. സ്കവർ വാൽവ് ഓർത്തിരിക്കാം. യെസ്. മറ്റൊരു ചോദ്യം, ഇന്ത്യൻ water closet generally uses which trap? Yes, Indian water closet. ശ്രദ്ധിക്കുക, ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ് ആണ്. ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിൽ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാപ്പ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പണ്ട് കാലങ്ങളിൽ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിൽ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണ്? Yes, option A bottle trap, option B P trap, option C intersecting trap, option D Q trap. Yes. ഇവിടെ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ട്രാപ്പ് ആണ്. പി ട്രാപ്പ് ആണ് ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പി ട്രാപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്. സോ ഇതാണ് നമ്മളുടെ പി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, എസ് ട്രാപ്പ് എന്നൊക്കെ ഉള്ള തരത്തിൽ അതിന്റെ ഷേപ്പിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിൽ സീവേജുമായി ബന്ധപ്പെട്ട നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ്, ദാറ്റ് ഈസ് ഒറീസ പാറ്റേൺ, നമ്മൾ സാധാരണഗതിയിലുള്ള ഇന്ത്യൻ ക്ലോസറ്റുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പി ട്രാപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യം, ദ ട്രാപ്പ് ആർ യൂസ്ഡ് ഫോർ ട്രാപ്പിംഗ് ആൻഡ് മിനിമൈസ് ഓർഡർ ഫ്രം വാഷ് ബേസിൻ സിങ്ക്. The trap are used for trapping and minimize odor from wash basin sink. Wash basin sink in the wash basin sinkil നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണ്? വാഷ് ബേസിൻ സിങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണ്? ഓക്കെ, യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള എസ് ട്രാപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇത്തരത്തിലുള്ള എസ് ട്രാപ്പുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പുറകില് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള എസ് ട്രാപ്പുകൾ കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ, അപ്പോ ദ ട്രാപ്പ് ആർ യൂസ്ഡ് ഫോർ ട്രാപ്പിംഗ് ആൻഡ് മിനിമൈസ് ഓർഡർ ഫ്രം വാഷ് ബേസിൻ സിങ്ക്. വാഷ് ബേസിൻ സിങ്കിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. യെസ്, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഓപ്ഷൻ ബി ഗള്ളി ട്രാപ്പ്, ഓപ്ഷൻ സി നാനി ട്രാപ്പ്, ഓപ്ഷൻ ഡി ബോട്ടിൽ ട്രാപ്പ്. ഏതായിരിക്കും ഉത്തരം വരിക? ഇത്തരത്തിൽ വാഷ് ബേസിൻ സിങ്കുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ഡി ബോട്ടിൽ ട്രാപ്പ്. ഏതാണ്? ബോട്ടിൽ ട്രാപ്പ്. സോ വാഷ് ബേസിൻ സിങ്കുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ട്രാപ്പ് കണ്ടിട്ടില്ലേ? വാഷ് ബേസിന്റെ ഒക്കെ അടിഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു ട്രാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോട്ടൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഗതി കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബോട്ടിൽ ട്രാപ്പ് ആർ എഫക്റ്റീവ് അറ്റ് ട്രാപ്പിംഗ് ആൻഡ് മിനിമൈസ് ഓർഡർ ഫ്രം വാഷ് ബേസിൻ സിങ്ക് എക്സെട്ര. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ വാഷ് ബേസിനിലാണ് ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ. ബോട്ടിൽ ട്രാപ്പ്, അപ്പൊ വാഷ് ബേസിനിൽ യൂസ് ചെയ്യുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ ട്രാപ്പ്. വിട്ടുപോകരുത്, ബോട്ടിൽ ട്രാപ്പ് കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫ്ലോർ ട്രാപ്പ് ഈസ് ഓൾസോ നോൺ as ഫ്ലോർ ട്രാപ്പ് ഫ്ലോർ ട്രാപ്പ് നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ. ഫ്ലോർ ട്രാപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം കണ്ടിരുന്നു. ഫ്ലോർ ട്രാപ്പ് ഈസ് ഓൾസോ നോൺ as ഓപ്ഷൻ സി നാനി ട്രാപ്പ് അല്ലെ. നാനി ട്രാപ്പ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ബാത്റൂം അതൊക്കെ സാധാരണ ബാത്റൂം ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഫ്ലോർ ട്രാപ്പ്. ദാറ്റ് ഈസ് നഹാനി ട്രാപ്പ്, ഹിന്ദി വേർഡാണ് ഉദ്ദേശിക്കുന്നത്. നഹാനി ട്രാപ്പ്. ഓക്കെ, നഹാനി ട്രാപ്പ് എന്നുള്ള ഓർത്തിതാ മതി. അത് ഫ്ലോർ ട്രാപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നഹാനി ട്രാപ്പ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം.
അപ്പോൾ ഫ്ലോ ട്രാപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റിലൂടെ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫ്ലോ ട്രാപ്പ് ഹാസ് എ സ്മോൾ വാട്ടർ സീൽ ഓഫ് 25 mm. നേരത്തെ ഗള്ളി ട്രാപ്പിന്റെ വാട്ടർ സീല് എത്രയാണ്? 50 mm എന്ന് പഠിച്ചിരുന്നു അല്ലെ. ഇതാണ് വാട്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ വാട്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ വാട്ടർ സീൽ, ഓക്കെ, വാട്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ എത്രയാണ്? 25 mm ആണ്. സ്മോൾ വാട്ടർ സീലാണ് എവിടെ? ഫ്ലോ ട്രാപ്പിൽ. അപ്പൊ വാട്ടർ സീൽ ഉയരുന്നതനുസരിച്ച് എഫിഷ്യൻസി കൂടും. സോ ആ ഡെപ്ത് ഓഫ് വാട്ടർ സീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഇത്തരത്തിൽ 25 ആണോ 50 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-ന് തന്നെയാണ് അതിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഇത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലെ. ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നാനി ട്രാപ്പ് നമ്മൾ ബാത്റൂംസിലൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. സോ ഫ്ലോർ ട്രാപ്പ് ആർ യൂസ്ഡ് ടു കളക്ട് വേസ്റ്റ് വാട്ടർ ഫ്രം ഫ്ലോർ, കിച്ചൺ, ബാത്റൂംസ് ആൻഡ് അഡ്മിറ്റ് ദ സെയിം ഇൻ ടു ഡ്രെയിൻ അല്ലെ. ഫ്ലോർ ലൈക്ക് കിച്ചൺ, ഫ്ലോർ, ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിനെ കളക്ട് ചെയ്ത് ഡ്രെയിനിലേക്ക് എത്തിക്കുന്നു. അതിനിടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാപ്പാണ്. ട്രാപ്പ് ഇൻ ദ സെൻസ് ഫൗൾ ഗ്യാസസ് തിരിച്ച് ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ ഒക്കെ വരുന്നത് ഒഴിവാക്കുന്നതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിറ്റിംഗ് ആണ് ബേസിക്കലി ഫ്ലോർ ട്രാപ്പ് എന്ന് പറയുന്നത്. സോ ദ ഗ്രേറ്റിംഗ്സ് ക്യാൻ ബി റിമൂവ്ഡ് ടു ഡു ഫ്രീക്വന്റ് ക്ലീനിങ് ഓഫ് ദ ട്രാപ്പ്. ഇത്തരത്തിൽ ഗ്രേറ്റിംഗ്സുകൾ ഉണ്ടാവും, ഗ്രേറ്റിംഗ്സുകൾ ഉണ്ടാവും, നമുക്കറിയാലോ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. അതിന്റെ ആ ഒരു ഡെപ്ത് ഓഫ് സീൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 25 mm ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കും. ഇത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഫ്ലോർ ട്രാപ്പ് അല്ലെങ്കിൽ നാനി ട്രാപ്പ് എന്നറിയപ്പെടുന്നു. യെസ്. മറ്റൊരു ചോദ്യം, ദ ട്രാപ്പ് പ്രൊവൈഡഡ് at the junction of waste stack with the building drain. That is the trap provided at the junction of a waste stack with the building drain. Option A intercepting, option B gully, option C floor trap, option D bottle trap. നേരത്തെ പറഞ്ഞിരുന്നു gully trap അല്ലെ. ഇത്തരത്തിൽ gully trap ആണ്. ഇത്തരത്തിൽ നമ്മൾ എവിടെയാണ്? ദാറ്റ് ഈസ് ഫിറ്റിംഗ്സ് ഓൺ ദ സീവേജ് സിസ്റ്റം. ഇത്തരത്തിൽ സ്റ്റോൺ വെയർ ഫിറ്റിംഗ്സിലാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സ്റ്റോൺ വെയർ ഫിറ്റിംഗ്സ് ആണ്. അപ്പോ ഇത്തരത്തിൽ മെയിൻ ഡ്രെയിനും സല്ലേജ് ഡ്രെയിനും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുന്നു. സല്ലേജ് ഡ്രെയിനും മെയിൻ ഡ്രെയിനും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്ക് ഓരോ ഗള്ളി എന്ന് നമ്മൾ പറയാറില്ലേ, ഗള്ളി ട്രാപ്പ് എന്ന് പറയും, ഗള്ളി ട്രാപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 50 മുതൽ 75 mm ആണ് ഡെപ്ത് ആ ഒരു വരുന്നുണ്ടാവുക, സീൽ ഡെപ്ത് സീൽ വരുന്നുണ്ടാവുക കേട്ടോ. ഇവിടെ ഒരു പി ട്രാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, അപ്പോൾ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് എസും പിയുമായിട്ട് നമുക്ക് അവിടെ അത് യൂസ് ചെയ്യാറുണ്ട്. സോ either എസ് ഓർ പി ട്രാപ്പ് അതിനുള്ളിൽ വരാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. മറ്റു ചോദ്യം, ഡിസ്കണക്റ്റിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഡിസ്കണക്റ്റിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഗള്ളി ട്രാപ്പ്, ഫ്ലോർ ട്രാപ്പ്, ബോട്ടിൽ ട്രാപ്പ്. ഡിസ്കണക്റ്റിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡിസ്കണക്റ്റിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഡിസ്കണക്റ്റിംഗ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞു ഹൗസ് ഡ്രെയിനും അതുപോലെ തന്നെ പബ്ലിക് സീവർ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താണ് പബ്ലിക് സീവർ അല്ലെങ്കിൽ ഹൗസ് ഡ്രെയിനും തമ്മിൽ ഇടയിലാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്പെഷ്യൽ ട്രാപ്പ് പ്രൊവൈഡഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹൗസ് ഡ്രെയിൻ വിത്ത് പബ്ലിക് സീവർ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം പബ്ലിക് സീവർ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെപ്ത് ഓഫ് സീൽ എന്ന് പറയുന്നത് 75 മുതൽ 100 mm വരെയാണ്. സോ ഡെപ്ത് ഓഫ് വാട്ടർ സീൽ എന്ന് പറയുന്നത് 75-100. Okay, intercepting trap is also known as disconnecting trap എന്നറിയപ്പെടുന്നു. Yes, the opening at the top of the intercepting trap is called cleaning eye or rodding arm. The cleaning eye എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ റോഡിംഗ് ആം എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത് തരത്തിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും, നമുക്കത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ക്ലീനിങ് ഐ എന്നല്ലെങ്കിൽ റോഡിംഗ് ആം എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഗള്ളി ട്രാപ്പ്, ബോട്ടിൽ ട്രാപ്പ്, ഫ്ലോർ ട്രാപ്പ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യതയുള്ളതാണ്, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യം നോക്കി, വിച്ച് ട്രാപ്പ് ഈസ് ഓൾസോ നോൺ ആസ് സൈലന്റ് ട്രാപ്പ്? സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഗള്ളി ട്രാപ്പ്, ഫ്ലോർ ട്രാപ്പ്, ആന്റി സൈഫോണേജ് ട്രാപ്പ്.
യെസ് യെസ് യെസ്. അപ്പോൾ സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മളോട് ഇത്രേ ചോദിക്കുന്നുള്ളൂ. സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആന്റി സൈഫോനേജ് പൈപ്പ് ട്രാപ്പ് ആണ്. ആന്റി സൈഫോനേജ് പൈപ്പ് ട്രാപ്പ് ആണ് നമ്മളുടെ എന്ത് സൈലന്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഗ്രവേക്ക് ട്രാപ്പ് എന്നും പറയാറുണ്ട്. സൈലന്റ് അല്ലെങ്കിൽ ഗ്രവേക്ക് ട്രാപ്പ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ, ഗ്രവേക്ക് ട്രാപ്പ്. ഓക്കെ, പുറത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആന്റി സൈഫോനേജ്, നമുക്കറിയാം സൈഫോനേജ് ഇഫക്റ്റ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പലപ്പോഴും. ഇപ്പൊ ആന്റി സൈഫോനേജ്, പ്രത്യേകിച്ച് ഒരു ആന്റി സൈഫോനേജ് പൈപ്പ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പ്രത്യേകത. സോ ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് ട്രാപ്പ് സീൽ ബീങ് ഡ്രോൺ അവേ ബൈ സൈഫോനേജ് വിത്തിൻ ദ വേസ്റ്റ് സിസ്റ്റം. അതിൽ വേസ്റ്റ് സിസ്റ്റത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് പലപ്പോഴും ഈ പറയുന്ന സൈഫോണിക് ആക്ഷൻ കാരണം നമ്മളുടെ ആ ഒരു വാട്ടർ സീൽ അവിടെ നിന്നും ബ്രേക്ക് ആവുന്ന ഒരു സംഗതി വരും. ഓക്കെ, സൈഫോനേജ് അല്ലെങ്കിൽ സൈഫോണിക് ആക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം അത്തരത്തിൽ എന്താണ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിലൊക്കെ ചിലപ്പോൾ മുകളിലത്തെ നിലയിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ കാരണം, ഇത്തരത്തിൽ സൈഫോണിക് ആക്ഷന്റെ പ്രശ്നം കാരണമാണ് ഇത്തരത്തിൽ എന്ത് സംഭവിക്കാറുണ്ട്? ഇത്തരത്തിൽ മുകളിലത്തെ നിലയിൽ നമ്മൾ ഫ്ലഷ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തൊട്ട് താഴെയുള്ള നിലകളിലൊക്കെ നമ്മളുടെ എന്താണ് ക്ലോസറ്റുകളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൈഫോണിക് ആക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? വാട്ടർ സീൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആന്റി സൈഫോനേജ് പൈപ്പ്, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ആ സൈഫോണിക് ആക്ഷൻ തടയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിന് സൈലന്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഗ്രവേക്ക് ട്രാപ്പ് നമ്മൾ അറിയപ്പെടുന്നത്. സോ ദ പർപ്പസ് ഓഫ് ആന്റി സൈഫോനേജ് അല്ലെങ്കിൽ റീസീലിംഗ് ട്രാപ്പ്, സീലിംഗ് അല്ലെ, ട്രാപ്പ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു വിത്തൗട്ട് ഇൻസ്റ്റലേഷൻ ഓഫ് ട്രാപ്പ് വെന്റിലേറ്റിംഗ് അല്ലെങ്കിൽ ആന്റി സൈഫോൺ പൈപ്പ്. ആന്റി സൈഫോനേജ് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ആ ഒരു വാട്ടർ സീൽ ബ്രേക്കേജ് തടയുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അതാണ് ആന്റി സൈഫോനേജ് പൈപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ട്രാപ്പ്, സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഗ്രവേക്ക് ട്രാപ്പ് എന്ന് അറിയപ്പെടുന്നു. മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പ് ഉണ്ടെന്നും അതിനെ സൈലന്റ് ട്രാപ്പ് എന്ന് വിളിക്കുന്നു. അതിന്റെ പ്രത്യേകത ആന്റി സൈഫോനേജ് പൈപ്പ് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതായത് അഡീഷണൽ ആയിട്ടുള്ള ആന്റി സൈഫോൺ പൈപ്പോ അല്ലെങ്കിൽ ട്രാപ്പ് വെന്റിലേഷനോ കൊടുക്കേണ്ടതില്ല. അതിന് പകരമായി ഇത്തരത്തിൽ അത് ഇൻബിൽട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അതിന് അത്തരത്തിലുള്ള ട്രാപ്പിനെ വിളിക്കുന്ന പേരാണ് ആന്റി സൈഫോനേജ് ട്രാപ്പ് അല്ലെങ്കിൽ സൈലന്റ് ട്രാപ്പ് എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോ നെക്സ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോ ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. വാഷ് ബേസിൻ ആർ അവൈലബിൾ ഇൻ one pattern only, two pattern only, various patterns and sizes, only small size. Yes. Wash basin are available in option C will be the right answer. Various pattern. പ്രധാനമായിട്ടും 3 പാറ്റേൺ ആണ്. പ്രധാനമായിട്ടും നമ്മൾ ടെക്സ്റ്റിലൊക്കെ എടുത്ത് പറയുന്നത് 3 പാറ്റേൺ ആണ്. 1 ഉം 2 അല്ല, 3 ഉം നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ വേരിയസ് പാറ്റേൺ ആൻഡ് സൈസ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ബേസിക്കലി 3 പാറ്റേൺ ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാകുക വേരിയസ് പാറ്റേൺ ആൻഡ് സൈസ് ആണ്. സോ വാഷ് ബേസിനുമായി ബന്ധപ്പെട്ടാണ്. സോ വാഷ് ബേസിൻസ് ആർ അവൈലബിൾ ഇൻ വേരിയസ് പാറ്റേൺ ആൻഡ് സൈസ് ഇൻ മാർക്കറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. വേരിയസ് പാറ്റേൺ ആൻഡ് സൈസസ് ഇൻ മാർക്കറ്റ്. പ്രധാനപ്പെട്ട 3 മെയിൻ പാറ്റേൺ, പ്രധാനപ്പെട്ട 3 പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാക്ക്, ആംഗിൾ ബാക്ക്, സർക്കുലർ അല്ലെങ്കിൽ ഓവൽ. അങ്ങനെ 3 പാറ്റേൺ ആണ് പ്രധാനപ്പെട്ട. എത്ര മെയിൻ പാറ്റേൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 3. സാധാരണഗതിയിൽ നിരവധി പാറ്റേണുകൾ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. പ്രധാനപ്പെട്ട 3 പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ്, ആംഗിള്, സർക്കുലർ അല്ലെങ്കിൽ ഓവൽ. ഓക്കെ, അപ്പോ ഫ്ലാറ്റ് ബാക്കിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ആ ഒരു സാധാരണ കോർണറുകളിലൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വാഷ് ബേസിനുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ കോർണർ, ഇത്തരത്തിൽ നമ്മളുടെ കോർണറുകളിലൊക്കെ നമ്മൾ സാധാരണ ആംഗിൾ ബാക്ക് യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടുള്ള നമ്മളുടെ ഭിത്തികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഫ്ലാറ്റ് ബാക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് സർക്കുലർ അല്ലെങ്കിൽ ഓവലൊക്കെ നമ്മൾ ഇത്തരത്തിൽ
കാണാറുണ്ട് അല്ലെ, ഒരു ഇത്തരത്തിൽ നമ്മുടെ സ്ലാബിനകത്തൊക്കെ ഇത്തരത്തിലുള്ള കരിവ് കാണാറുണ്ട്. ടേബിൾ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് വളരെയധികം പാറ്റേൺ ഉണ്ടെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട മെയിൻ പാറ്റേൺ എന്നുള്ള രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ അത് അങ്ങനെ പഠിക്കുക, നമ്മളുടെ എക്സാമിന് അത് പഠിക്കുക കേട്ടോ. ഫൈൻ. അപ്പൊ ഇത് ഒരു ബേസൻ, വാഷ് ബേസിന്റെ ഒരു സെക്ഷണൽ വ്യൂ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെ, എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത്. അപ്പൊ ഇങ്ങനെ വാഷ് ബേസിൻ ഉണ്ടാകും. ഇത് ഫ്ലാറ്റ് ബാക്ക് ആണ്, ഫ്ലാറ്റ് ബാക്ക് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു അവിടെ ഒരു ചെറിയൊരു ഹോള് നിങ്ങൾ എപ്പോഴും കാണാറുണ്ടാവില്ലേ, വാഷ് ബേസിന്റെ ഇവിടെ ഒരു ഹോള് കാണാറുണ്ടല്ലേ എപ്പോഴും. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും അടവ് വരുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സേഫ്റ്റി ഹോളാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതിന് ഒഴിവാക്കാൻ വേണ്ടി ഇതുവഴി ബൈപ്പാസ് ചെയ്ത് അത് ഡ്രെയിനേജ് ചെയ്ത് പൊക്കും. യെസ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രധാനമായിട്ടും 3 ടൈപ്പാണ് പാറ്റേൺ ആണ് ഉള്ളത് എന്നുള്ളത്. മറ്റു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വാഷ് ബേസിൻ ഷുഡ് ബി 2-piece കൺസ്ട്രക്ഷൻ, 3-piece കൺസ്ട്രക്ഷൻ, 1-piece കൺസ്ട്രക്ഷൻ, മൾട്ടി-പീസ് കൺസ്ട്രക്ഷൻ. വാഷ് ബേസിൻ എന്ന് പറയുന്നത് 2, 3, 1 ആൻഡ് മൾട്ടി-പീസ് കൺസ്ട്രക്ഷൻ എന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. യെസ്. വാഷ് ബേസിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ്? യെസ്. വാഷ് ബേസിൻ എന്ന് പറയുന്നത് എടുത്തു പറയുന്നുണ്ട് ദാറ്റ് ഈസ് എ 1-piece കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. വാഷ് ബേസിൻ എന്ന് പറയുന്നത് 1-piece കൺസ്ട്രക്ഷൻ ആണ്. സിംഗിൾ പീസ് ആണ് വാഷ് ബേസിൻ. അതിനകത്തേക്ക് നമ്മൾക്ക് എന്താണ് ഇത്തരത്തിൽ ടാപ്പൊക്കെ നമ്മൾ പിന്നീട് കൊടുക്കുന്നതാണ്. സോ സിംഗിൾ പീസ് കൺസ്ട്രക്ഷൻ ആണ് വാഷ് ബേസിൻ എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ വാഷ് ബേസിൻ ഈസ് എ ബൗൾ ഷേപ്പ് പ്ലംബിംഗ് ഫിക്സർ യൂസ്ഡ് ഫോർ വാഷിംഗ് വൺസ് ഹാൻഡ് ഫേസ്. സംശയമൊന്നുമില്ല, ഒരു ബൗൾ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. കൈയും മുഖമൊക്കെ കഴുകുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി ഷുഡ് ബി എ സിംഗിൾ പീസ്. എടുത്ത് പറയുന്നുണ്ട് ഷുഡ് ബി എ സിംഗിൾ പീസ് അല്ലെ. അതല്ല എപ്പോഴും ഒരു സിംഗിൾ പീസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് അവിടെ ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാനും മിക്സ്ഡ് ടാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ 2 ടാപ്പോ ഒക്കെ നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ. സ്മോൾ ഹോൾ ഈസ് ഇൻ ദ വാഷ് ബേസിൻ ടു പ്രിവെന്റ് ദ ഓവർഫ്ലോ ഓഫ് വാട്ടർ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി എന്ന നിലയിൽ ഓവർഫ്ലോ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. യെസ്, ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, ഫ്ലാറ്റ് ബാക്ക് വാഷ് ബേസിൻ. ഫ്ലാറ്റ് ബാക്ക് വാഷ് ബേസിൻ ആർ മെയിൻലി യൂസ്ഡ് ഫോർ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫിക്സിംഗ് ഓൺ ടേബിൾസ്, ഓൺ ഫ്ലോർ, മൗണ്ടിങ് ഓൺ വാൾസ്, കോർണർ ഫിക്സിംഗ്. ഏതായിരിക്കും ഫ്ലാറ്റ് ബാക്ക്? ഏതായിരിക്കും? നേരത്തെ പറഞ്ഞു അല്ലെ, ഫ്ലാറ്റ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ വോളിൽ മൗണ്ട് ചെയ്യുന്നുണ്ടാവും. യെസ്, മൗണ്ടിങ് ഓൺ വോൾ അല്ലെ, വോളിൽ മൗണ്ട് ചെയ്യുന്നതായിരിക്കും. കോർണറിൽ ഫിക്സ് ചെയ്യുന്നത് ആംഗിൾ ആണ് അല്ലെ. ടേബിൾ ആണെങ്കിൽ ടേബിൾ ടോപ്പ് അവൈലബിൾ ആണ്. സോ പത്രത്തിൽ എന്താണ് മൗണ്ടിങ് ഓൺ വോൾസ് ആണ് ഫ്ലാറ്റ് ബാക്ക് വാഷ് ബേസിൻ എന്ന് പറയുന്നത്. സോ ഫ്ലാറ്റ് ബാക്ക് വാഷ് ബേസിൻ refers to those wash basin that are mounted on flat wall അല്ലെ. ഫ്ലാറ്റ് വോളിലാണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഫ്ലാറ്റ് ബാക്കിനകത്തൊക്കെ നമ്മൾ 2 ടാപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള എന്താണ് ഏരിയ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഡിസൈൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഹോൾ ആണ് ഈ ഓവർഫ്ലോ ഹോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓവർഫ്ലോ ഹോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഫ്ലാറ്റ് ബാക്ക് ബേസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഏതാണ്? സ്റ്റാൻഡേർഡ് സൈസ് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ടേബിളിലുള്ള വാല്യൂ അതിപ്പോ സിങ്ക് ആയിക്കോട്ടെ വാഷ് ബേസിൻ ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട്. യെസ്, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഫ്ലാറ്റ് ബാക്ക് ബേസിന്റെ ഉത്തരം 630-400 mm തന്നെയാണ്. 630-400 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് സൈസ് പ്രധാനമായിട്ടും 3 പാറ്റേൺ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. ആ 3 പാറ്റേണിന്റെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് 400 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 630-400 mm, 550-400. ആംഗിൾ ബാക്ക് ആണെങ്കിൽ 600-450. ഇതാണ് ആംഗിൾ ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 400 അവൈലബിൾ ആണ്. ഓക്കെ, 400 അവൈലബിൾ ആണ്. 600-450 അവൈലബിൾ ആണ്. ദെൻ ഓവൽ ആവുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓവൽ ഷേപ്പ് ആയിട്ടുള്ളതാണ്. 570-420 mm ആണ് സൈസ് വരുന്നത്. മനസ്സിലാക്കിയിരുന്നാൽ മതി.
മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വാഷ് ബേസൻ ഷാൾ കൺഫേം IS കോഡ്. വാഷ് ബേസന്റെ IS കോഡ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പൊ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സോ വാഷ് ബേസൻ ഷാൾ കൺഫേം ടു IS 2000, IS 2556, IS 3000, IS 1500. Yes, right answer is IS 2556. 2556 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. യെസ്. അപ്പോൾ സ്പെസിഫിക്, ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ജസ്റ്റ് സ്നിപ്പ് ചെയ്തിട്ടേക്കുന്ന സാധനമാണ്. ഓക്കെ. ആസ് പെർ സ്പെസിഫിക്കേഷൻ ഓഫ് വാഷ് ബേസിൻ, ആസ് പെർ CPWD അല്ലെ, സെൻട്രൽ PWD, അതിൽ CPWDയുടെ സ്പെസിഫിക്കേഷൻ പ്രകാരം വാഷ് ബേസൻ ഷാൾ ബി വൈറ്റ് വിട്രസ് ചൈന ക്ലേ വെച്ചായിരിക്കണം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. വൈറ്റ് വിട്രസ് ചൈന ക്ലേ വെച്ചായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. സംശയമൊന്നുമില്ലല്ലോ. അത് ചോദ്യം ഇത്തരത്തിൽ ഒരു പോയിന്റ് ആണ്. വൈറ്റ് വിട്രസ് ചൈന ക്ലേ വെച്ച് നിർമ്മിച്ചിരിക്കുന്നു. IS സ്റ്റാൻഡേർഡ് 256. 2 പാർട്ടൊക്കെ ഉണ്ട്. പാർട്ടൊന്നും ഓർത്തുന്നതിലും കുഴപ്പമില്ല. 2556 2556 തന്നെയാണ്. IS 2556 വാഷ് ബേസിനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. പാർട്ട് 1 ആൻഡ് പാർട്ട് 4, പാർട്ട് 1ഉം പാർട്ട് 4ഉം ആണ് അതുമായി ബന്ധപ്പെട്ട്. അതുപോലെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ എന്താണ്, അതിനകത്തുള്ളിലേക്ക് ചെറിയൊരു ആംഗിൾ വഴി ആയിരിക്കും ഫെസിലിറ്റേറ്റ് ക്ലീനിങ്, ചെറിയൊരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. യെസ്. പിന്നീട് അവിടെ ടാപ്പ് ഹോൾസുകൾ കൊടുക്കാറുണ്ട്. 20 mm സ്ക്വയർ ഓർ 30 mm റൗണ്ട് അല്ലെങ്കിൽ 25 mm റൗണ്ട് പോപ്പപ്പ് ഹോളുകൾ. ഇത്തരത്തിൽ ആ ഒരു ഡ്രെയിനേജ് പോകുന്നിടത്ത് കൊടുക്കുന്നതാണ് പോപ്പപ്പ് ഹോള്. പോപ്പപ്പ് ഹോള് കൊടുക്കുന്നതിന്റെ ആ ഒരു ഡയമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. 25 mm ആണെങ്കിൽ സ്ക്വയർ, 30 mm ആണെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ 25 mm റൗണ്ട് പോപ്പപ്പ് ഹോളുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നത് മനസ്സിലാക്കിയിരിക്കുക. മറ്റു ചോദ്യം, ദ സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് പ്രൊവൈഡഡ് ഇൻ വാഷ് ബേസൻ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. വാഷ് ബേസൻ, സിങ്ക്, ടാപ്പ്, അതായത് ബാത്ത് ടബ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്. സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് പ്രൊവൈഡഡ് ഇൻ വാഷ് ബേസൻ. വാഷ് ബേസിനിൽ നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് ഫിറ്റിംഗിന്റെ സൈസ് എത്രയാണ്? ഓപ്ഷൻ എ 25 mm കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി 40 mm, ഓപ്ഷൻ സി 50 mm, ഓപ്ഷൻ ഡി 32 mm. യെസ്, റൈറ്റ് ആൻസർ ഈസ് 32 mm ആണ് അല്ലെ. സംശയമൊന്നുമില്ലല്ലോ. 32 mm ആണ് വാഷ് ബേസിനിലെ ഫിറ്റിംഗ്സ് അല്ലെ. ഇത്തരത്തിൽ ദ വേസ്റ്റ് കപ്ലിംഗ് ഈസ് ജോയിൻഡ് ടു ഡിസ്ചാർജ് പൈപ്പ് വിത്ത് 32 mm ഡയമീറ്റർ. 32 mm ഡയമീറ്റർ ഉള്ള ഡിസ്ചാർജ്, ദാറ്റ് ഈസ് വേസ്റ്റ് ഫിറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ട്രാപ്പ് കാണാൻ സാധിക്കും അല്ലെ, ബോട്ടിൽ ട്രാപ്പ്. സോ നിങ്ങൾക്ക് ബോട്ടിൽ ട്രാപ്പ് കാണാൻ സാധിക്കും. സോ ബോട്ടിൽ ട്രാപ്സ് ആർ യൂസ്ഡ് ഇൻ വാഷ് ബേസൻ. വാഷ് ബേസനിലാണ് നമ്മൾ ബോട്ടിൽ ട്രാപ്പുകൾ യൂസ് ചെയ്യാറ്. യെസ്. The front corner of the wash basin should be 80 cm above the floor. അത് ഇമ്പോർട്ടന്റ് ആണ്. 80 cm above the floor. The front corner of the wash basin should be, the front corner of the wash basin should be 80 cm above the floor. 80 cm above the front corner of the wash basin. Okay ആണല്ലോ, ക്ലിയർ ആണല്ലോ. യെസ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. Tolerance allowed on waste hole diameter. The tolerance allowed on waste hole diameter, plus or minus 1, plus or minus 2, plus or minus 3, plus or minus 4 mm. വേസ്റ്റ് ഹോൾ 32 എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ അലവൻസ് കൊടുക്കണം അല്ലെ. ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. പ്ലസ് ഓർ മൈനസ് 3 ആണ് നമ്മൾ ഓർത്തിരിക്കാം. സോ ടെക്സ്റ്റ് ബുക്ക് സ്നിപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഓൾ ദ വേസ്റ്റ് ഫിറ്റിംഗ് ഷാൾ ബി ബ്രാസ് ക്രോമിയം അല്ലെ, ബ്രാസ് ക്രോമിയം പ്ലേറ്റഡ് ഓർ സ്പെസിഫൈഡ്. ഓൾ ദ വേസ്റ്റ് ഫിറ്റിംഗ് ഷാൾ ബി ബ്രാസ് ക്രോമിയം പ്ലേറ്റഡ് ഓർ ആസ് സ്പെസിഫൈഡ് അല്ലെ. സാധാരണഗതിയിൽ ബ്രാസ് ക്രോമിയം പ്ലേറ്റഡ് ആണ്. The following tolerances may be allowed on dimension specified. ഇത്തരത്തിലുള്ള ടോളറൻസ് വാല്യൂ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഡയമീറ്റർ ഓഫ് ദ വേസ്റ്റ് ഹോൾ ആണ് നമ്മൾ കണ്ടത്. ഡയമീറ്റർ ഓഫ് ദ വേസ്റ്റ് ഹോൾ പ്ലസ് ഓർ മൈനസ് 3 mm. ഒന്നെങ്കിൽ 32 3 കൂട്ടി 35, അല്ലെങ്കിൽ 32 3 കുറയ്ക്കണം അല്ലെ, 29. അപ്പൊ 29 35 ഇടയിലായിരിക്കും അതിന്റെ ഡയമെൻഷൻ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയും
വ്യത്യാസം 29 മുതൽ സാധാരണ നമ്മൾ 32 പഠിച്ചു. അപ്പോൾ അത്തരത്തിൽ അവിടെ ±3 വരുന്നുണ്ട് അല്ലെ, ടോളറൻസ് വരുന്നു. 32 3 വേണമെങ്കിൽ ആഡ് ആവാം, 35 ആവാം മാക്സിമം, ഏറ്റവും മിനിമം 29 ആകാം. 29നും 35നും ഇടയിലുള്ള ഡയമെൻഷനുകൾ അവിടെ അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ എബവ് ദാറ്റ് ഈസ് ഓൺ ഡയമെൻഷൻ 75 അല്ലെങ്കിൽ മുകളിലേക്കാണെങ്കിൽ അത് ±4, 75ന് താഴെ ആണെങ്കിൽ അത് ±2. എടുത്തു പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ വേസ്റ്റ് ഹോൾ ±3 എന്നുള്ളത് ഓർത്തിരിക്കാം. ടെക്സ്റ്റ് ബുക്ക് ആണ്, സോ അവർക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റു ചോദ്യം, സിമന്റ് മോർട്ടാർ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ബ്രാക്കറ്റ് ഇൻ വാഷ് ബേസിൻസ്. വാഷ് ബേസിൻ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സിമന്റ് മോർട്ടാർ യൂസ് ചെയ്യാറുണ്ട്. ആ സിമന്റ് മോർട്ടാറിന്റെ മിക്സ് എങ്ങനെയാണ്? സിമന്റ് മോർട്ടാർ, സിമന്റും മണ്ണും എങ്ങനെയാണെന്നുള്ളതാണ് പ്രൊപ്പോർഷൻ. യെസ്, സിമന്റ് മോർട്ടാർ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ബ്രാക്കറ്റ് should be 1:3. ശ്രദ്ധിക്കുക, 1:3. 1:3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. 1:3 ആണ് സിമന്റ് മോർട്ടാർ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഫോർ ഫിക്സിംഗ് ദ വാഷ് ബേസിൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാലോ, അത്തരത്തിൽ വാഷ് ബേസിൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരത്തിൽ കാൻഡിലിവർ ആയിട്ടുള്ള ബ്രാക്കറ്റ് കൊടുക്കാറുണ്ട് അല്ലെ. സോ 2 ബ്രാക്കറ്റ് കൊടുത്ത് ആ ബ്രാക്കറ്റിന് മുകളിൽ നമ്മൾ ഇരുത്താൻ സാധാരണ അങ്ങനെയുള്ള തരത്തിലുള്ളത് ഉണ്ടല്ലേ. സോ ദ ബേസിൻ ഈസ് സപ്പോർട്ടഡ് ഓൺ ദ പെയർ ഓഫ് കാസ്റ്റ് അയൺ കാൻഡിലിവർ ബ്രാക്കറ്റ്. ഈ കാൻഡിലിവർ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യത്തില്ലേ? അപ്പൊ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മോർട്ടാർ 1:3. അതല്ല, നമ്മൾ അവിടെ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ടാവുമല്ലോ, അതിലേക്കാണെങ്കിൽ സിമെന്റ് കോൺക്രീറ്റിന്റെ ആ ഒരു മിക്സർ എന്ന് പറയുന്നത് 1:2:4. ആ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ സൈസ് 175 150 mm. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നത് കൊണ്ട് പറയുന്നതാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വലിയ തരത്തിലൊന്നും ചോദ്യങ്ങൾ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, എങ്കിൽ തന്നെയും നമ്മളത് മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മിക്സ്ചറൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, മറ്റു ചോദ്യം, നോമിനൽ സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് ഓഫ് സിങ്ക്. വാഷ് ബേസിൻ കഴിഞ്ഞാൽ അടുത്ത സിങ്ക് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സിങ്കിന്റെ വേസ്റ്റ് ഫിറ്റിംഗിന്റെ സൈസ് എത്രയാണ്? യെസ്, സിങ്കിന്റെ വേസ്റ്റ് ഫിറ്റിംഗിന്റെ സൈസ് സംശയമൊന്നുമില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇതൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാറുള്ളതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 50 mm ആണ് നമ്മുടെ സിങ്കിന്റെ നോമിനൽ സൈസ്, വേസ്റ്റ് ഫിറ്റിംഗിന്റെ സിങ്ക്. അപ്പൊ 32 നേരത്തെ പറഞ്ഞു വാഷ് ബേസിൻ, 50 സിങ്ക് അല്ലെ, സിങ്ക് ആണ് 50. സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് ഫോർ സിങ്ക് എന്താണ്? ഇതാണ് നമ്മളെ സിങ്ക് എന്ന് പറയുന്നത് അല്ലെ. സോ സിങ്ക് അറിയാലോ, ഇവിടെ നമ്മൾ ഒരു തരത്തിലുള്ള സിങ്ക് പോർഷൻ ഉണ്ടാകും, സൈഡിലായിട്ട് ഡ്രെയിൻ ബോർഡ് ഉണ്ടാകും. ഡ്രെയിൻ ബോർഡിന്റെ സ്ലോപ്പ് ഇത്തരത്തിൽ നമ്മുടെ സിങ്കിലേക്ക് തന്നെയായിരിക്കും കൂടുതൽ വരുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ടാകും. സ്ലോപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഓവർഫ്ലോ ഹോളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ദ റെക്ടാംഗുലർ ഹോളോ വെസൽ മെന്റ് ഫോർ ക്ലീനിങ് യൂട്ടൻസിൽസ്. അത്തരത്തിൽ സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കിച്ചൺ സിങ്ക് ഉണ്ട്, ലബോറട്ടറി സിങ്ക് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ യൂട്ടൻസിൽസുകളൊക്കെ നമ്മൾ കഴുകുന്നതിനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരു ഹോൾ ഉണ്ടാവും. സോ മിഡിൽ ഓഫ് ദ സിങ്ക് മീൻ ഫോർ ഔട്ട്ലെറ്റ് ഓഫ് ദ വേസ്റ്റ് വാട്ടർ. വേസ്റ്റ് വാട്ടർ പോകുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഹോൾ ഉണ്ടാവും. അതിന്റെ വേസ്റ്റ് ഫിറ്റിംഗ് 50 mm എന്ന് ഓർത്തിരിക്കാം. ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് സിങ്ക് ഫ്രം ദ ഫ്ലോർ. ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് സിങ്ക് ഫ്രം ദ ഫ്ലോർ അല്ലെ, ഫ്ലോറിൽ നിന്നും ആ ഒരു സിങ്കിന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് 90 സെന്റിമീറ്റർ ആണ്. നേരത്തെ 80 സെന്റിമീറ്റർ ഫ്രണ്ട് പറഞ്ഞത് നമ്മളുടെ വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിൽ 90 സെന്റിമീറ്റർ ആണ് സിങ്ക് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഓർത്തിരിക്കാം, സിങ്കും ഫ്ലോറും. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സ്റ്റാൻഡേർഡ് കിച്ചൺ സിങ്ക് സൈസ്? സ്റ്റാൻഡേർഡ് കിച്ചൺ സിങ്ക് സൈസ്, സ്റ്റാൻഡേർഡ് കിച്ചൺ സിങ്ക് സൈസ്, കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഇപ്പോൾ 400, 450, 600, 500 അല്ലെ. അത് നോക്കി 600, 450, 180 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ ആണല്ലോ, ഓർത്തിരുന്നാൽ മതി. അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ സമയത്ത് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് വിട്ടുപോകാതെ പോയാൽ മതി. ഓക്കെ, അപ്പൊ 600, 450, 180 ആണ് അതിന്റെ മെഷർമെന്റ് വരുന്നുണ്ടാവുക. സൈസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലബോറട്ടറി കിച്ചൺ സിങ്കും ഉണ്ട്, ലബോറട്ടറി സിങ്കും ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക.
മറ്റു ചോദ്യം, ദ നോമിനൽ സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് ഫോർ ബാത്ത് ടബ്. ബാത്ത് ടബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൈസ് ബാത്ത് ടബ്. ഇവിടെ 32 വാഷ് ബേസിൻ, 50 നമ്മൾ കണ്ടു സിങ്ക്, ഇനിയുള്ളത് എത്ര? 40 ആണല്ലേ, 40. സോ നോമിനൽ സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് ഫോർ ബാത്ത് ടബ്. ബാത്ത് ടബ്, യെസ്, റൈറ്റ് ആൻസർ ആണ് 40 mm. 40 mm ആണ് ബാത്ത് ടബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വേസ്റ്റ് ഫിറ്റിംഗിന്റെ സൈസ്. ഓക്കെ, ഓർത്തിരിക്കാൻ 40 mm തന്നെയാണ്. സോ ഇതാണ് നമ്മളൊരു ബാത്ത് ടബ് ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലെ, ബാത്ത് ടബിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ വേസ്റ്റ് പൈപ്പ് ഇവിടെ ഉണ്ടാവും അല്ലെ, അപ്പോൾ നമ്മൾ 40 ആയിരിക്കും, 40 mm ആയിരിക്കും വേസ്റ്റ് പൈപ്പ് നമ്മൾ കൊടുക്കുന്നത്, ഫിറ്റിംഗ്സ് കൊടുക്കുന്നത്. യെസ്. So, waste pipe of bathtub is provided with a trap to prevent the entry of foul gases. അപ്പോൾ വേസ്റ്റ് പൈപ്പ് സൈസ് എന്ന് പറയുന്നത് 40 mm ആണെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മാക്സിമം പിൻ ഹോൾസ് അലൗഡ് ഫോർ കളേർഡ് ബാത്ത് ടബ്. അപ്പോൾ ഡിഫക്റ്റ്, ഇത്തരത്തിൽ ബാത്ത് ടബിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടാണ് മാക്സിമം പിൻ ഹോൾസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ കളേർഡ് ബാത്ത് ടബും ഉണ്ട്, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള വൈറ്റ് ബാത്ത് ടബും ഉണ്ടാകും. അപ്പൊ കളേർഡ് ബാത്ത് ടബിൽ മാക്സിമം നമുക്ക് എത്ര പിൻ ഹോൾ വരെ അവൈലബിൾ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും? 1, 2, 3, 4. ഇത്ര എന്താ വരിക? നമുക്കറിയാം മാക്സിമം 2 വരുന്നു അല്ലെ, ഇത്തരത്തിൽ മാക്സിമം 2 ആണ്, മാക്സിമം 2. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിൻ ഹോൾ. അപ്പൊ ഇതൊക്കെ ഡിഫക്റ്റുകളാണ് പ്രധാനമായിട്ടും. ക്രേസിങ്സ്, സ്പെക്സ്, ഡിംപിൾസ് അല്ലെങ്കിൽ റൺ ഡൗൺ അല്ലെങ്കിൽ സാഗിങ്, ബ്ലിസ്റ്റേഴ്സ്, പിൻ ഹോൾ. ഓർത്തിരിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ബാത്ത് ടബുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫക്റ്റുകൾ. ഓക്കെ, ക്രേസിങ്, അതുപോലെ തന്നെ സ്പെക്സ്, അതുപോലെ തന്നെ ഡിംപിൾസ് അല്ലെങ്കിൽ റൺ ഡൗൺ, സാഗിങ്, മൂന്നൊന്നും തന്നെയാണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടാവുന്ന ചെറിയ എന്താണ് ഫ്ലാറ്റ് ചെറിയ കുഴികൾ, സർഫസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികൾ, അതൊക്കെയാണ് ഈ റൺ ഡൗൺ, സാഗിങ്, ഡിംപിൾസ് ആയിട്ടൊക്കെ കാണപ്പെടുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് അത്തരത്തിൽ ചെറിയ ചെറിയ സ്വെല്ലിങ്സുകൾ വരാറുണ്ട്. സോ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. പിൻ ഹോളുകൾ, ചെറിയ 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 ഹോൾസ്. അപ്പൊ നോട്ട് മോർ ദാൻ 2 ഇൻ ദ നമ്പർ ഓഫ് കളേർഡ് ബാത്ത് ടബ് ആൻഡ് നോട്ട് മോർ ദാൻ 4 ഫോർ വൈറ്റ് ഇനാമൽഡ് ബാത്ത് ടബ്. അല്ലെ, കളേർഡ് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 2, വൈറ്റ് ഇനാമൽഡ് ബാത്ത് ടബ് ആണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെ പെർമിസ് ചെയ്യാൻ പറ്റും, പെർമിസിബിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ സ്പെക്സ് എന്താണ്? സ്പെക്സ് അല്ലെ, ഇത്തരത്തിൽ നോക്കിയേ, സ്പെക്സ് ആർ ടൈനി സ്പോട്ട് ഓൺ ദ സർഫസ് ആൻഡ് ഷുഡ് ബി ലെസ് ദാൻ 1 mm ആൻഡ് ദ നമ്പർ ഷുഡ് നോട്ട് എക്സീഡ് 5. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു ഡിഫക്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് ബാത്ത് ടബുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സർഫസ് ഡിഫക്റ്റ് എന്താണ്? സ്പെക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റ് ആണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ നമുക്ക് കേട്ടിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ ക്രേസിങ് നമ്മൾ സാധാരണ ഉണ്ടാവാറുള്ളതാണ് അല്ലെ, ഇത്തരത്തിൽ സ്ക്രാച്ചസ്, ഫൈൻ ക്രാക്സ്, ഇറഗുലർ തരത്തിലുള്ള കോർണേഴ്സ് വിസിബിൾ ആണ്, അതിനെ ക്രേസിംഗ് എന്ന് പറയും. ക്രേസിംഗ്, സ്പെക്ക്, ഡിംപിൾസ്, റൺ ഡൗൺ, സാഗിങ്, ബ്ലിസ്റ്റേഴ്സ്, പിൻ ഹോൾ ഒക്കെ എന്ത് തന്നെയാണ്? ഡിഫക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അപ്പം ബാത്ത് ടബിലൊക്കെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, ഫിറ്റിംഗ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബാത്ത് ടബിലൊക്കെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എടുത്ത് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് വിട്ടുപോകരുത്, ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മിനിമം ഹൈറ്റ് ഓഫ് ഹൈ ലെവൽ സിസ്റ്റം. നമുക്ക് ലോ ലെവൽ സിസ്റ്റമാണോ ഹൈ ലെവൽ സിസ്റ്റമാണോ ഉണ്ട്, ഡിപ്പെൻഡ് ഓൺ ദ ഹൈറ്റ് അല്ലെ. ഹൈ ലെവൽ സിസ്റ്റമിൽ നമ്മൾ മിനിമം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റുകളിലൊക്കെയാണ് ഇത്തരത്തിൽ ഹൈ ലെവൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറ്. മിനിമം ഹൈറ്റ് ഓഫ് ഹൈ ലെവൽ സിസ്റ്റം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 80, 100, 125, 150. യെസ്, റൈറ്റ് ആൻസർ ഈസ് 125. സോ ദ മിനിമം ഹൈറ്റ് of high level cistern is 125 centimeter. ഓക്കെ, അപ്പൊ ലോ ലെവൽ ഉണ്ട്. ലോ ലെവൽ എത്രയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലോ ലെവൽ ആകുമ്പോൾ എത്രയാവും? എത്ര വാല്യൂ വരും? ലോ ലെവൽ ആണെങ്കിൽ യെസ് 30 ആണ്, റൈറ്റ് ആൻസർ ആണ് 30 ആണ്, റൈറ്റ്, ഗുഡ്. അപ്പോ പ്രധാനമായിട്ടും ഹൈ ലെവൽ സിസ്റ്റവും ഉണ്ട്, ലോ ലെവൽ സിസ്റ്റവും ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഹൈ ലെവലും ഉണ്ട്, ലോ ലെവലും ഉണ്ട്. അപ്പൊ മിനിമം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 125 ആണ്. ലോ ലെവൽ എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയാ? മാക്സിമം 30 ആണ്, മാക്സിമം 30. അപ്പൊ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാനും നമ്മളുടെ ടാങ്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ താഴെ ഭാഗമുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാനും ടോപ്പ് ഓഫ് ദ പാൻ ആൻഡ് അണ്ടർ സൈഡ് ഓഫ് ദ സിസ്റ്റം, ടോപ്പ് ഓഫ് ദ പാൻ ആൻഡ് അണ്ടർ സൈഡ് ഓഫ് ദ സിസ്റ്റം. സോ അതാണ് ആ ഒരു മെഷർമെന്റ് എടുക്കുന്നുണ്ടാവുക. സോ പ്രധാനമായിട്ടും ഹൈ ലെവൽ സിസ്റ്റം ആൻഡ് ലോ ലെവൽ സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഫ്ലഷ് ടാങ്ക് അതാണ് ഉദ്ദേശിക്കുന്നത്.
മനസ്സിലാക്കി വെക്കുക. ഫൈൻ. അപ്പോ ലോ ലെവൽ ആണെങ്കിൽ അത് നമ്മുടെ പാനിന് അടുത്തായിട്ട് തന്നെ ഫിക്സ് ചെയ്യും. പാനിനോട് ചേർന്നോ അല്ലെങ്കിൽ അടുത്തായിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നതാണ് ലോ ലെവൽ എന്ന് പറയുന്നത്. ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ യൂറോപ്പിലല്ല, ഇന്ത്യൻ ക്ലോസറ്റുകളിലൊക്കെയാണ് പൊതുവെ നമ്മൾ മുകളിലായിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ 125 സെന്റിമീറ്റർ ആണ്. ഓർത്തിരിക്കാം. ബെൽ ടൈപ്പ് സിസ്റ്റം വർക്ക്സ് ഓൺ ഗ്രാവിറ്റി, വാൽവ് ആക്ഷൻ, സൈഫോണിക് ആക്ഷൻ, പ്രഷർ. ബെൽ ടൈപ്പ് സിസ്റ്റം ഉണ്ടല്ലോ അല്ലെ, പഠിച്ചിട്ടില്ല നമ്മള്? ബെൽ ടൈപ്പ് സിസ്റ്റം, ബെൽ ടൈപ്പ് ഒരു ബെല്ലൊക്കെ ഉണ്ടാവും. ബെൽ ടൈപ്പ് ആണെങ്കിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? വർക്ക്സ് ഓൺ സൈഫോണിക് ആക്ഷൻ. യെസ്, റൈറ്റ് ആൻസർ ഈസ് സൈഫോണിക് ആക്ഷൻ കേട്ടോ. ശ്രദ്ധിക്കുക, ബെൽ ടൈപ്പ് സിസ്റ്റം വർക്ക്സ് ഓൺ സൈഫോണിക് ആക്ഷൻ. ഓക്കെ, അല്ലേ? നമ്മുടെ ബെൽ ടൈപ്പ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബെല്ല്. അപ്പോൾ ഈ ബെല്ലിനെ പിടിച്ച് നമ്മൾ പൊക്കുന്നു, ചെയിൻ ഒക്കെ വെച്ച് വലിക്കുമ്പോൾ ബെല്ല് പൊങ്ങും. അപ്പൊ വെള്ളം ഇതിലേക്ക് വരും, സഡൻ ആയിട്ട് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, പെട്ടെന്ന് ഇതിലൂടെ വെള്ളം ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഒഴുകിപ്പോകും. അതാണ് സംഗതി, നല്ല പ്രഷർ താഴേക്ക് പോകുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നവര്. അതാണ് ബെൽ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് കാസ്റ്റ് അയൺ വിത്ത് കപ്പാസിറ്റി 5 മുതൽ 15 ലിറ്റർ അവൈലബിൾ ആണ്. സോറി, അപ്പോ 3 സെക്കൻഡ് കൊണ്ടൊക്കെ ഈ 5 ലിറ്റർ ഒക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോ ഇവിടെ ഹൈ ലെവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ 125 നേരത്തെ പറഞ്ഞതുപോലെ ഓൺലി സ്യൂട്ടബിൾ ഹൈ ലെവൽ സിസ്റ്റം ആണ് ഈ പറയുന്ന ബെൽ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത് സാധാരണഗതിയിൽ ഫാക്ടറീസിലും സ്കൂൾസിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം കുറച്ച് നോയ്സി ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. കുറച്ച് സൗണ്ട് ഒക്കെ നോയ്സി ആണ്, കുറച്ചുകൂടെ സ്മൂത്ത് അല്ല, അല്ലെങ്കിൽ എന്താണ്, കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് എന്റെ പ്രത്യേകത. സൈഫോണിക് ആക്ഷൻ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം കേട്ടോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാണ് ബെൽ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈ ലെവൽ സിസ്റ്റം. ഇപ്പൊ ബെൽ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ സിസ്റ്റം ആണ്. ഓൺലി സ്യൂട്ടബിൾ ഫോർ ഹൈ ലെവൽ. ഹൈ ലെവലിൽ മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ബെൽ ടൈപ്പ് കേട്ടോ. അതുകൂടി മനസ്സിലാക്കി വെക്കാം. മറ്റു ചോദ്യം, ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ് ദ ഡ്രിങ്കിങ് ഫൗണ്ടെയിൻ റിക്വയർസ്. ഒരു ഓഫീസ് ബിൽഡിങ്ങില് ഡ്രിങ്കിങ് ഫൗണ്ടെയിൻസിന്റെ റിക്വയർമെന്റ് എങ്ങനെയാണ്? ഒരു ഓഫീസ് ബിൽഡിങ്ങിൽ ഫോർ എക്സാമ്പിൾ 1000 പേരുണ്ടെങ്കിൽ 1000 പേര് ഒരു ഓഫീസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഡ്രിങ്കിങ് ഫൗണ്ടെയിൻ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ 100 ആൾക്കും ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ അവിടെ 10 എണ്ണം വേണം അല്ലെ? അപ്പൊ എത്ര പേര് അവിടെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര പേർക്കാണ് ആ ഒരു ബിൽഡിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ആ ബിൽഡിങ്ങിലുള്ള എത്ര പേര്, ആ ഓരോ 100 പേർക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിൽ മിനിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. So for an office building, the drinking fountain requires 1 for every 100 person. Yes, right answer is 1 for every 100 person. അല്ലെ? ഓരോ 100 ആളുകൾക്കും ഒരെണ്ണം വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പോ വാട്ടർ ക്ലോസറ്റ് ആയിക്കോട്ടെ, അബ്ലൂഷൻ ടാപ്പ് ആയിക്കോട്ടെ, ഡ്രിങ്കിങ് ഫൗണ്ടൻ ആയിക്കോട്ടെ, യൂറിനൽസ് ആയിക്കോട്ടെ, വാഷ് ബേസിൻ, ബാത്ത്, അതുപോലെ തന്നെ ക്ലീനർ സിങ്ക് ആയിക്കോട്ടെ. അപ്പൊ അത് ഇത്തരത്തിൽ ഓഫീസ് ബിൽഡിംഗ് ലൈക്ക് ഫോർ മെയിൽ പേഴ്സണൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ പേഴ്സണൽസ് ഉണ്ട്. സോ അത് ഡിഫറെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡ്രിങ്കിങ് ഫൗണ്ടെയിൻ ഒക്കെ വെള്ളമൊക്കെ എല്ലാവരും ഒരുപോലെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് 1 for every 100% തന്നെയാണ് രണ്ടു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അബ്ലൂഷൻ ടാപ്പ് 1 for each in വാട്ടർ ക്ലോസറ്റ്, ലൈക്ക് വാട്ടർ ക്ലോസറ്റ് ഫോർ 1 for every 25%, എന്നാൽ ഫീമെയിൽ ആണെങ്കിൽ 1 for every 15% എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഫോർ 1 for every 25%, പ്രിഫറബിളി 1 on each ഫ്ലോർ ആണ് ബാത്ത്, 1 ഫ്ലോർ ആണ് ദാറ്റ് ഈസ് ക്ലീനർ സിങ്കും കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലോറിൽ ഒരെണ്ണമെങ്കിലും വേണം, മിനിമം ആണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത്രയെങ്കിലും നമ്മൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഈ ഒരു ടേബിള് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്, വിട്ടുപോകരുത്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. വളരെ സിമ്പിൾ ചോദ്യമായിരിക്കും. ഓക്കെ, അവിടെ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ നിൽ അപ് ടു 6% വേണ്ടെന്ന് ആര് പറയുന്നത് അല്ലെ? അപ്പൊ 6 ആൾക്കാർ എന്താണ് മൂത്രമൊഴിക്കേണ്ടെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ നിൽ അപ് ടു 6% എന്നാണ് പറയുന്നത്. അപ് ടു 6% വരെ വേണ്ട എന്നുള്ളതിലാണ്. പിന്നീട് അതിനനുസരിച്ച് എന്താണ് കൂടുക ചെയ്യുക അല്ലെ? അപ്പൊ 0 for 6%, up to 6%, 0 up to 6% എന്നുള്ളത് ഓർത്തിരിക്കാം. യൂറിനൽസ്. ഓക്കെ, എനിവേ മനസ്സിലാക്കിയിരുന്നാൽ മതി.
ആ ചോദ്യം ഗാൽവനൈസ്ഡ് അയൺ is written in plumbing abbreviation used in plumbing plants. ഈ പ്ലംബിംഗ് പ്ലാനുകളിൽ ഗാൽവനൈസ്ഡ് അയൺ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം നൽകുന്നത്. പ്ലംബിംഗ് പ്ലാനുകളിലൊക്കെ നമ്മളുടെ ഗാൽവനൈസ്ഡ് അയൺ is written in plumbing abbreviation used in plumbing plants. കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. GALI ഓക്കെ. അപ്പൊ നമ്മളുടെ പ്ലാന് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ പ്ലംബിംഗ് അബ്രേഷൻസ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ MS അല്ലെങ്കിൽ മെയിൻ സീവർ ലൈൻ അങ്ങനെ അല്ലെങ്കിൽ സീവർ ലൈൻ ഒക്കെ SL ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ പ്ലംബിംഗ് അബ്രേഷൻസ് യൂസ് ഇൻ പ്ലംബിംഗ് പ്ലാൻ ആർ ഗിവൺ ഇൻ ദ ടേബിൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഐറ്റം അബ്രേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഹോട്ട് വാട്ടർ ആണെങ്കിൽ HW, ലോണ്ട്രി ആണെങ്കിൽ ലോണ്ട്രി ട്രേ, ലബോറട്ടറി ആണെങ്കിൽ LAV, മെഡിസിൻ ക്യാബിനറ്റ് MC, പ്ലാസ്റ്റിക് PLAC, പ്ലംബിംഗ് ആണെങ്കിൽ PLAG നമുക്ക് കൊടുക്കുന്നു, വാട്ടർ ക്ലോസറ്റ് WC, ഹീറ്റർ WH, സോഫ്റ്റ്നേഴ്സ് വാട്ടർ സോഫ്റ്റ്നർ WS. ദെൻ ഗാൽവനൈസ്ഡ് അയണിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ GI നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ GALI ആണ്. GALI ടെക്സ്റ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വന്നാലും PSC ചോദ്യം വന്നാലും GI വിട്ടുകൊടുക്കരുത്, GALI തന്നെ കൊടുക്കുക കേട്ടോ. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എടുത്തു കൊടുത്തു. അപ്പൊ സപ്പോസ് അവിടെ അത് നമ്മളുടെ റെഫറൻസ് തന്നെയാണ് GALI ഗാൽവനൈസ്ഡ് അയൺ. ഫ്ലോർ ഡ്രെയിൻ FD, ഹോസ് ബിബ് HB, കോൾഡ് വാട്ടർ കോപ്പർ COP, ഡിഷ് വാഷർ DW. ക്ലീൻ ഔട്ട് അറിയാലോ, ക്ലീൻ ഔട്ട് എന്താണുള്ളത്. ക്ലീൻ ഔട്ട് തരത്തിൽ ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ക്ലീൻ ഔട്ട്. ദാറ്റ് ഇസ് CO. സെൻട്രൽ ലൈൻ CL, കാസ്റ്റ് അയൺ CI ആണ് കേട്ടോ. കാസ്റ്റ് അയൺ CI ആണ് കാസ്റ്റ് അയൺ. യെസ്, അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇതാന്ന് കരുതുന്നു, കുട്ടികളായിരുത്. അബ്രേഷനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നതാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്ലംബിങ്ങിന്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് പ്ലംബിങ്ങിന്റെ സിമ്പിളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ, കയ്യിൽ ശ്രദ്ധിച്ചിരിക്കട്ടെ. ഓക്കെ ഫൈൻ. മറ്റേ ഐഡന്റിഫൈ ദ സിമ്പിൾ യൂസ്ഡ് ഫോർ പ്ലംബിംഗ് പ്ലാൻ. തന്നിരിക്കുന്ന സിമ്പിൾ ഏതാണ്? വെൽഡിംഗ്, സോൾഡറിംഗ്, ബെൽ ആൻഡ് സ്പിഗട്ട്, പ്ലെയിൻ കപ്ലിംഗ്. നമ്മൾ ഓൾറെഡി ഈ സിമ്പിൾ കണ്ടിരുന്നല്ലോ. യെസ്, ഐഡന്റിഫൈ ദ സിമ്പിൾ യൂസ്ഡ് ഫോർ പ്ലംബിംഗ് പ്ലാൻ. ഏതാ തന്നിരിക്കുന്ന സിമ്പിൾ? ചിത്രം നോക്കേ, ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് സോൾഡറിംഗ്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ആ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിമ്പിൾസുകളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ 1-2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രധാനമായിട്ടും നോക്കി സോൾഡറിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ്, ബെൽ ആൻഡ് സ്പിഗട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൽ ആൻഡ് സ്പിഗട്ട്. ദെൻ കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, വെൽഡിംഗ് ഓൾറെഡി അറിയാം. പിന്നെ ലാറ്ററൽസ്, ക്യാപ്പ്, യൂണിയൻ, പ്ലഗ്, ബെൽ ആൻഡ് സ്പിഗട്ട്. അതുപോലെ തന്നെ റെഡ്യൂസർ കോൺസെൻട്രിക്, റെഡ്യൂസർ എക്സെൻട്രിക്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു യൂസേജ് എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ചിത്രത്തിൽ കാണുന്നത്. ഫൈൻ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഒരു ലേ ഔട്ട് നമുക്കറിയാം. പ്ലംബിംഗ് ബേസിക് ആയിട്ടുള്ള പൈപ്പ് ഫിറ്റിംഗ്സ്, അതുപോലെ തന്നെ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ദെൻ പ്ലംബിംഗിന്റെ ലേ ഔട്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള സിമ്പിൾസ്. സോ അതൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇത്രയൊക്കെയാണ് നമ്മളുടെ ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കൂടുതലും ശ്രദ്ധിക്കേണ്ട ഏരിയ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും അല്ലെ. ഇത്തരത്തിൽ ട്രാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട്, ദെൻ അതുപോലെ നമ്മളുടെ അബ്ലൂഷൻ ലൈക്ക് നമ്മളുടെ വാഷ് ബേസിൻ, സിങ്ക്, ബാത്ത് ടബ്, ഫ്ലഷിംഗ് സിസ്റ്റേൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്ലംബിങ്ങിന്റെ ലേ ഔട്ടുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ പ്രതീക്ഷിക്കാം, അബ്രേഷൻ പ്രതീക്ഷിക്കാം. ഇതൊക്കെ തന്നെയാണ് അവർ ആ ഒരു മോഡലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ അത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഉള്ളൂ. ഇനി ആയാലും ഓക്കെ അല്ലേ? ആ ഒരു മൊഡ്യൂൾ ഓക്കെ അല്ലേ? 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് അത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ട്രാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾസിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാം, അബ്രിവേഷനിൽ നിന്നും ചോദ്യം ചോദിക്കാം,
അതുപോലെ തന്നെ വാൽവുമായി ബന്ധപ്പെട്ട് ബേസിക് ചോദ്യങ്ങൾ ചോദിക്കാം. വാൽവ് അല്ലെ, വാൽവ് ഇവിടെ മാത്രമല്ല പിന്നീടായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ മൊഡ്യൂളിൽ അത് കയറി വരുന്ന ഒരു ടോപ്പിക്കാണ് വാൽവും ടാപ്പും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ വാൽവ്, ടൈപ്സ് ഓഫ് വാൽവുകളൊക്കെ, സ്ലൂയിസ് വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്, അല്ലെന്നുണ്ടെങ്കിൽ നോൺ റിട്ടേൺ വാൽവുകൾ, ഓക്കെ, നീഡിൽ വാൽവുകൾ. യെസ്, അപ്പൊ അങ്ങനെയുള്ള വാൽവുകൾ നമുക്ക് ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ബേസിക് ടാപ്പുകൾ നമുക്ക് വേണം, ട്രാപ്പുകൾ നമുക്ക് വേണം. ദെൻ ഫിറ്റിംഗ്സ് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. അബ്ലൂഷൻ ഫിറ്റിംഗ്സ്, പിന്നെ അതുപോലെ തന്നെ സോയിൽ ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതിൽ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഫിക്സ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ലൈക്ക് പ്ലംബിംഗ്, വാഷ് ബേസിനും വാട്ടർ ക്ലോസറ്റും അല്ലെങ്കിൽ സിങ്കും ഒക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊരു ബേസിക് ഐഡിയ മതി നമുക്ക്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.